Hi, hello, welcome to eMerit Learning App. ഇന്നത്തെ നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് DC മെഷീൻസിന്റെ PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിനെ സംബന്ധിച്ച് കുറച്ച് ഡിസ്കഷൻസും ആണ്. ഓൾറെഡി DC മെഷീൻസിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതൊക്കെ പഠിച്ച് മോക്ക് ടെസ്റ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ, സോ വെൽക്കം ടു DC മെഷീൻസ് ക്ലാസ്സസ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സിലേക്ക് പോവാം. കാരണം കുറേ ആയിട്ട് നമ്മൾ PYQ മോക്ക് ടെസ്റ്റ് അതിൻ്റെ ഡിസ്കഷൻ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് AEI ബേസ്ഡും കുറച്ച് സബ് എഞ്ചിനീയർ ബേസ്ഡ്. അതിൽ AEI ബേസ്ഡ് ആണ് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പരീക്ഷ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും. അപ്പം വളരെ കാര്യമായിട്ട് അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് DC മെഷീൻസ് എന്ന് പറയുന്നത് ഇൻഡെപ്ത് അറിയേണ്ട ഒരു ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് ആണ്. സോ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ക്വസ്റ്റ്യൻ ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്റ്റാർട്ടർ ഓഫ് ദ DC മോട്ടർ ഈസ് ടു. അപ്പം ഓൾറെഡി നമുക്കറിയാം സ്റ്റാർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടറിന്റെ പർപ്പസ് എന്താണ്. ഇറ്റ്സ് സിമിലർ ടു എ റെസിസ്റ്റൻസ് ആഡഡ് ഇൻ സീരീസ് വിത്ത് എ DC മോട്ടർ അല്ലെ. DC മോട്ടറിന്റെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാർട്ടർ പറയുന്നത്. അപ്പം DC മോട്ടറും DC ജനറേറ്ററും എല്ലാം നമ്മളുടെ ഈ പറഞ്ഞ DC മെഷീൻസ് എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് looking to the options, first one is limit the starting current, limit the back EMF, increase the field circuit resistance, decrease armature resistance. So first of all, what is the purpose of starter? Starter എന്തിനു വേണ്ടിയിട്ടാണ്? ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ലിമിറ്റ് ചെയ്യാനായിട്ട്? നമ്മളുടെ സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ട് സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുകയും സ്റ്റാർട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്പീഡ് അല്ലെ, സ്പീഡിന്റെ ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരികയും ഡേഞ്ചറസ് ആവുകയും ചെയ്യും. സോ ഫോർ ലിമിറ്റിംഗ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് വി ആർ യൂസിങ് സ്റ്റാർട്ടേഴ്സ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടേഴ്സിന്റെ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ആണ് DC മോട്ടറിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. സോ ഗോ ത്രൂ ദാറ്റ്. ആൻഡ് എപ്പോഴും നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ സ്റ്റാർട്ടേഴ്സിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ ആൻഡ് ഇൻ ദ കേസ് ഓഫ് DC സീരീസ് മോട്ടർ ഈവൻ 2 point സ്റ്റാർട്ടർ എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് നമ്മൾ നോർമൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് 3 point ആൻഡ് 4 point സ്റ്റാർട്ടർ. സോ ദാറ്റ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള സ്റ്റാർട്ടറിന്റെ ഫംഗ്ഷൻ എന്തിനാണ്? ലിമിറ്റ് ദി സ്റ്റാർട്ടിംഗ് കറന്റ്. ഓക്കെ, second question is the speed of a 4-pole DC series motor at no load will be. Okay, second question പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോ ലോഡില് DC സീരീസ് മോട്ടറിന്റെ DC സീരീസ് മോട്ടറിന്റെ ഒരു 4-pole മെഷീന്റെ സ്പീഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ട്രിക്കി ക്വസ്റ്റ്യൻ ആവുന്നത്? യു നോ ദാറ്റ് DC സീരീസ് മോട്ടർ മസ്റ്റ് ബി സ്റ്റാർട്ടഡ് ഇൻ എ സം ലോഡ്. 20% നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഒരു 20% ലോഡ് ഇട്ടിട്ടാണ് എന്ത് ഈ DC സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കറിയാം. വൈ യു ആർ സേയിങ് ദാറ്റ് ദർ മസ്റ്റ് ബി എ ലോഡ് ഇൻ ദി DC സീരീസ് മോട്ടർ വെൻ യു ആർ സ്റ്റാർട്ടിങ് അല്ലെ. 20% ലോഡെങ്കിലും ഇടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ആൻസർ അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. DC സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ലോഡ് വേണം എന്ന് പറയുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ വൈ ദ DC സീരീസ് മോട്ടർ സ്റ്റാർട്ടിംഗ് വിത്ത് 20% ലോഡ് അങ്ങനെ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സ്പീഡ് ഓഫ് എ 4-pole DC സീരീസ് മോട്ടർ. അപ്പൊ നമ്മൾ 4-pole എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും ഒരു ഡെഫിനിറ്റ് സ്പീഡ് അതിനുണ്ടായിരിക്കും എന്ന്. ബട്ട് യു നോ ദാറ്റ് വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ? N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5. ഓക്കെ, നമുക്കറിയാം സ്പീഡ് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? EB/5. or you can say that when you can say that EB keeping constant, you can say that N is inversely proportional to 5 അല്ലെ. N എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് 5ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സീരീസ് മോട്ടറിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഫീൽഡിലൂടെ പോകുന്ന അതേ കറണ്ട് തന്നെ അല്ലെ, ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പോകുന്ന സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയാണ് ആർമേച്ചറിലൂടെയും പോകുന്നത്. ആൻഡ് യു നോ
that this phi is proportional to Ia again in the case of series motor. Series motor അങ്ങനെയാണ് നമുക്ക് torque is proportional to Ia square എന്നൊക്കെ നമ്മൾ series motorന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. So if you are not loading the series motor, what will happen? എന്തായിരിക്കും ഉണ്ടാവുക? This phi will be 0, or you can say that Ia will be nullified. Ia എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാവില്ല. സോ phi ഉണ്ടാവില്ല. phi ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? n is inversely proportional to phi and phi is 0 means speed becomes infinity. അല്ലേ? ഒരു സ്പീഡ് എന്ന് പറയുന്നത് എന്താ? dangerously high ആകും എന്ന് പറഞ്ഞാൽ it becomes infinity. So the concept is infinite. Okay, answer is infinite. C choice. കാരണം എന്താ? സ്പീഡ് ഓഫ് എ 4 അതിന് 4 പോൾ ആയിക്കോട്ടെ 6 പോൾ ആയിക്കോട്ടെ ഏത് DC സീരീസ് മോട്ടർ ആണെങ്കിലും you have to start a series motor definitely with some load. Okay, ഒരു ചെറിയ ലോഡ് വഴിയാണ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്. If otherwise അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നെങ്കിൽ എന്താണ്? ആ സീരീസ് മോട്ടറിന്റെ ഡ്രം അല്ലെ റൗണ്ട് ചെയ്യുന്ന എന്താ പറയാ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് ഊരി തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് സ്പീഡ് ഈസ് എനോമസ്ലി ഹൈ. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലോട്ട് പോകും. എന്താണ് അതിന്റെ കോൺസെപ്റ്റ്? ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പം 20% ലോഡിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാം. സോ whenever you are starting a series motor, there must be some load, and that some load is normally maintained as 20% of the full load. Okay, appo adu endinu venditana? N is inversely proportional to phi, and if phi is equal to 0 or Ia is equal to 0 at the starting stage endu sambhavikkum? Speed infinitely koodalaayirikkum. Appo drum therichu poganulla chance undu. Okay, so that is the question. Then the back EMF of a DC motor depends on. Okay, definitely ellarku ariyam Eg in the case of generator and Eb in the case of motor. What is the equation? You know that it is phi Zn by 60 into P by A, and in the case of lap winding you know that P is equal to A, and in the case of wave winding A is equal to always 2. Okay, parallel path. Adi problems ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ back EMF എന്ന് പറയുന്നത് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും? ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഫീൽഡ് ഫ്ലക്സ്, ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ, ടൈപ്പ് ഓഫ് സ്ലിപ്പ് റിംഗ്, ബ്രഷ് മെറ്റീരിയൽ. അപ്പം നമുക്ക് ഡയറക്റ്റ് അറിയാം Eb എന്ന് പറയുന്നത് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും? ഈ പറഞ്ഞ ഫീൽഡ് ഫ്ലക്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. സോ ആക്ച്വലി ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഡിപെൻഡന്റ് ആണ്, സ്പീഡ് ഓഫ് ദ മോട്ടോർ ഡിപെൻഡന്റ് ആണ്, P അതായത് നമ്പർ ഓഫ് പോൾസ് ഡിപെൻഡന്റ് ആണ്, then A. Okay, the parallel path dependent ആണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഫീൽഡ് ഫ്ലക്സിന് ഡിപെൻഡന്റ് ആണ് എന്ത്? ബാക്ക് EMF. So back EMF is depending on field flux. That is why you are saying that it is field flux. ഇനി ഇത് ഈ പറയുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും you have to choose that. Okay. Next is, if the field circuit of a DC shunt motor is open circuited during its normal operation, what will happen? Okay, നമ്മുടെ നോർമൽ ഒരു ഈ പറയുന്ന തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുമുണ്ട്. ഓക്കെ, ഫീൽഡ് സർക്യൂട്ട് അതായത് ഷണ്ട് മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആൻഡ് യു നോ ദാറ്റ് ഫോർ എ ഷണ്ട് മോട്ടർ ദ ഫീൽഡ് വൈൻഡിങ് ഈസ് പാരലൽ ടു ദി ആർമേച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം ഷണ്ട് ഫീൽഡ് എടുത്ത് മാറ്റിയാൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് ചോദിക്കാം. ബട്ട് വെൻ യു ആർ റിമൂവിംഗ് ദ ഫീൽഡ് സർക്യൂട്ട്, ഓക്കെ, ഷണ്ട് മോട്ടറിന്റെ ഫീൽഡ് സർക്യൂട്ട്, ഷണ്ട് മോട്ടർ എന്താണ്? ആർമേച്ചർ ഉണ്ട് അല്ലെ? So here armature is there and there is a shunt field winding, and you are removing this shunt field winding. They are saying that after getting operated, അതായത് മോട്ടർ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ ഫീൽഡ് വൈൻഡിങ് എടുത്തു മാറ്റിയാൽ എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ? ഓക്കെ, എന്താ സംഭവിക്കുക നോക്കാം. The speed comes down and eventually motor stops. The speed increases dangerously. The speed remain unchanged. The speed fluctuates around the original speed. Okay,
നിങ്ങൾ എന്തായിരിക്കും നോർമലി ആദ്യം കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ആൻസർ? ദ സ്പീഡ് കംസ് ഡൗൺ ആൻഡ് ഇവൻച്വലി മോട്ടോർ സ്റ്റോപ്സ്. കാരണം എന്താ? നമുക്കറിയാം n ഈസ് പ്രപ്പോർഷണൽ ടു EB by 5. Okay, n is proportional to EB by 5 and they are removing the flex. Okay, flex എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. So maybe you may be thinking that നമുക്ക് ആദ്യം തോന്നുന്നത് എന്താ? ഇയാളെയല്ലേ മാറ്റുന്നത്, അതുകൊണ്ട് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും. No, that won't happen. You know that speed is inversely proportional to flex. What will happen? The same answer you meant for the other question. എല്ലാ ഇതിലും സ്പീഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ് and you are removing the flex. Okay, flex റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ what will happen? The speed increases dangerously during the operation. Okay, എന്താവും? സ്പീഡ് ഈ ഷണ്ട് മോട്ടർ ആണെങ്കിലും സീരീസ് മോട്ടർ ആണെങ്കിലും ഫീൽഡ് ഫ്ലെക്സ്, ഷണ്ട് മോട്ടറിൽ ഫീൽഡ് ഫ്ലെക്സ് ആര് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്? ഈ ഷണ്ട് വൈൻഡിങ് അല്ലെ, നമ്മളുടെ ഇവിടുത്തെ ഷണ്ട് വൈൻഡിങ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇഫ് യു ആർ സേയിങ് ദാറ്റ് ഷണ്ട് ഫീൽഡ് രണ്ടും സെയിം ആണ്, നമുക്കറിയാം VSH is equal to ISH into RSH എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കേസിൽ, വോൾട്ടേജിന്റെ കേസിൽ അങ്ങനെ പറയുമെങ്കിലും സ്പീഡ് എന്ത് ചെയ്യും? അബ്നോർമൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. കാരണം യു ആർ റിമൂവിങ് ദ ഫ്ലെക്സ് ലൈൻസ്. ഓക്കെ, ആ ഫീൽഡ് വൈൻഡിങ് മൊത്തത്തിൽ മാറ്റുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ദ സ്പീഡ് ഇൻക്രീസസ് ഡേഞ്ചറസ്ലി. ദ സെയിം ആൻസർ യു ആർ ആൻസറിങ് ഫോർ ദ സീരീസ് വൈൻഡിങ് ഇനിഷ്യൽ അല്ലെ, ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ സീരീസ് വൈൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഫ്ലെക്സ് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഓഫ് ആവും. സോ യു ക്യാൻ സേ ദാറ്റ് ദ സ്പീഡ് വിൽ ഇൻക്രീസ് ഡേഞ്ചറസ്ലി. ക്ലിയർ? അപ്പം അവിടെയും ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, next question, the motor suitable for lift is. അപ്പോൾ application of DC series motor, DC shunt motor, cumulative motor and differentially compound motor, ഈ 4 മോട്ടോഴ്സിന്റെയും ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. and you know that whenever there is രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏതൊക്കെയാണ്? one is torque and the other one is സ്പീഡ്. ഓക്കെ, അപ്പൊ സ്പീഡും ടോർക്കും ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ സ്പീഡും ടോർക്കും നമുക്ക് ഏത് രീതിയിലൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരുന്നത്? മോട്ടോർ സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, വെൻ യു ആർ ഹാവിംഗ് എ ലിഫ്റ്റ് യു നീഡ് എ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലെ. ലിഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം, താഴോട്ട് വരണം. അപ്പം ഒരു ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു നീഡ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. വിച്ച് ഇസ് ദ മോട്ടോർ വേർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ദെയർ? You know that it is series motor. So whenever you are having a lift you will prefer series motor, DC series. Why series motor? എന്തുകൊണ്ടാ സീരീസ് മോട്ടറിനെ പ്രിഫർ ചെയ്യുന്നത്? വേരിയബിൾ സ്പീഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല. ഓക്കെ, ഇനി സീരീസ് മോട്ടറിന്റെ വേറൊരു പേരെന്താണ്? വേരിയബിൾ സ്പീഡ് മോട്ടർ. ഓക്കെ, വേരിയബിൾ സ്പീഡ് മോട്ടർ. ഷണ്ട് മോട്ടറിന്റെ വേറൊരു പേരെന്താണ്? കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ. കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ. ഇത് DC-യുടെ കേസിലാണ് കേട്ടോ. AC-യുടെ കേസിലാണെങ്കിൽ നിങ്ങൾ ഇത് എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? വേരിയബിൾ സ്പീഡ് മോട്ടറും ഉണ്ട് അവിടെ, കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ ഉണ്ട്. സിങ്ക്രണസ് മോട്ടോഴ്സും ദെൻ കോൺസ്റ്റന്റ് സ്പീഡ് പറയുമ്പോൾ നിങ്ങൾ സിങ്ക്രണസ് മോട്ടോഴ്സ് പറയും. ദെൻ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ വേരിയബിൾ സ്പീഡ് പറയുമ്പോൾ അത് AC-യുടെ കേസിലാണ്. that will be discussed in AC session. ഓക്കെ, അപ്പോൾ DC-യുടെ കേസിൽ വേരിയബിൾ DC സീരീസ് മോട്ടർ വേരിയബിൾ സ്പീഡ് മോട്ടർ എന്ന് പറയും. ദെൻ DC ഷണ്ട് മോട്ടറിനെ എന്തെന്ന് പറയും? കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്ന് പറയും. സോ whenever you are having a motor for lift you will choose series motor. എന്തുകൊണ്ടാണ്? Because of the high starting torque. High starting torque. That is another question. ഓക്കെ, ഈ പറയുന്ന എന്തുകൊണ്ടാണ് DC സീരീസ് മോട്ടറിനെ ലിഫ്റ്റിലും ക്രെയിനിലും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ because of its high starting torque. That is another question. And variable speed motor, ഇപ്പോൾ സീരീസ് മോട്ടറിന് പകരമായിട്ട് അതിന്റെ പേരിൽ വേരിയബിൾ സ്പീഡ് മോട്ടർ എന്നാണ് തന്നിരിക്കുന്നതെങ്കിലും you have to answer. Okay, so whenever you are having a constant speed അല്ലെങ്കിൽ constant speed application വരുമ്പം you will prefer a shunt motor more than a shunt motor. നമുക്ക് cumulatively compound
ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ഒക്കെ യൂസ് ചെയ്യാം, ദാറ്റ് വി വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സീരീസ് മോട്ടറിനെ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് ലിഫ്റ്റിന്റെ കേസിൽ? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്, നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്പീഡ് കോൺസെപ്റ്റ് അല്ലെ. സ്പീഡ് കോൺസെപ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല അതിനെ ഇത് സീരീസ് മോട്ടറിനെ ലിഫ്റ്റിൽ യൂസ് ചെയ്യുന്നത്, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ടുന്ന കാര്യം. അപ്പം ഏതൊക്കെ കാര്യങ്ങൾ നോക്കിയായിരിക്കണം ആപ്ലിക്കേഷനിൽ നിങ്ങൾ കുത്തുന്ന? ആപ്ലിക്കേഷൻ കാണാതെ പഠിക്കാനായിട്ട് എളുപ്പമാണ്, അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രാക്ഷൻ കേസിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, DC സീരീസ് മോട്ടർ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് വെനെവർ യു ആർ യൂസിങ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് മെഷീൻസ്, എന്താണ് ഈ പറഞ്ഞ സീരീസ് മോട്ടർ. അപ്പൊ ടോർക്കിന്റെ കോൺസെപ്റ്റും കൂടെ നോക്കിയിട്ട് വേണം ഏതാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, so we can go to the next question. Which of the following method is used to control the speed of shunt motor below than its rated speed? ഇത് നമ്മൾ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഫീൽഡ് കൺട്രോൾ, ആർമേച്ചർ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അത് ഏത് മെത്തേഡാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ എന്താണ് പ്രത്യേകത? ഈ പറയുന്ന സ്പീഡ് ഓഫ് ഷണ്ട് മോട്ടോർ ബിലോ ദാൻ ഇറ്റ് സ്പീഡ്. ഓക്കെ, സ്പീഡിനും താഴെ നിയന്ത്രിക്കാൻ. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ഏതാണ് ആർമേച്ചർ കൺട്രോൾ, ഏതാണ് ഫീൽഡ് കൺട്രോൾ എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേറ്റഡ് സ്പീഡിനെയും കാട്ടി താഴെ കൺട്രോൾ ചെയ്യാനാണ്. ഓക്കെ, റേറ്റഡ് സ്പീഡിനെയും കാട്ടി മുകളിൽ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ ഫീൽഡ് കൺട്രോളും, റേറ്റഡ് സ്പീഡിനെയും കാട്ടി താഴെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ ആരെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമലി? ഇറ്റ് ഈസ് ആർമേച്ചർ കൺട്രോൾ. ഇനി ആർമേച്ചർ കൺട്രോളിലും ഫീൽഡ് കൺട്രോളും എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതായത് ഫീൽഡ് ആൻഡ് ആർമേച്ചർ കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റുമോ? നോ. ഫീൽഡ് കൺട്രോൾ റേറ്റഡ് സ്പീഡിന്റെ എബോവും ആർമേച്ചർ കൺട്രോൾ റേറ്റഡ് സ്പീഡ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആർമേച്ചർ കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ആർമേച്ചർ കൺട്രോൾ ഈ പറഞ്ഞ ഫ്ലെക്സ് കൺട്രോൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, സ്പീഡിന് രണ്ട് കോൺസെപ്റ്റ് അല്ലെ, ഇബിയും ഫൈയും ആണ് നമ്മളുടെ സ്പീഡിന്റെ ഡിപ്പെൻഡന്റ് ഫാക്ടേഴ്സ്. അപ്പം ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ആർമേച്ചർ വെച്ചിട്ടാണെങ്കിൽ അതിന് speed can be controlled using control of IA. Okay, speed can be controlled using the control of IA in this case. അപ്പോൾ rated speed ന് വരെയുള്ള കൺട്രോളിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആർമേച്ചർ കൺട്രോൾ ആണ്. By controlling the armature current, okay, by controlling the armature current, the speed can be reduced. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതിലാണ്? കൺട്രോൾ മെത്തേഡ്സിൽ. അപ്പോൾ ഗോ ത്രൂ ദാറ്റ് സെഷൻസ് ആൻഡ് വി വിൽ ഫൈൻഡ്. അവിടെ പറഞ്ഞിട്ടുണ്ട് റേറ്റഡ് സ്പീഡിനും താഴെ കൺട്രോൾ ചെയ്യാൻ എന്ത് കൺട്രോൾ? ആർമേച്ചർ കൺട്രോൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ്, ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഒരു ഡിഫറൻസ് തോന്നുക, അല്ലെങ്കിൽ ഇതാണോ അതാണോ എന്നുള്ള കൺഫ്യൂഷനുള്ള, ഇന്നും കൺഫ്യൂഷനുള്ള ഒരു പാർട്ടാണ് ഇലക്ട്രിക്കൽ തീറ്റ. അതായത് ആംഗിൾ ഇൻ ഇലക്ട്രിക്കലും ആംഗിൾ ഇൻ മെക്കാനിക്കലും. ഇൻ ദ കേസ് ഓഫ് DC motors on DC generators, we are speaking about the energy conversion from electrical to mechanical or mechanical to electrical. ഈ പറയുന്ന കാര്യത്തിൽ റൊട്ടേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ തീറ്റ ഇലക്ട്രിക്കലും തീറ്റ മെക്കാനിക്കലും കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ electrical and mechanical degrees തമ്മിലുള്ള relation, could you say which is the answer of theta electrical and theta mechanical? It's nothing other than theta electrical is equal to P/2 into theta mechanical. ഓക്കെ, അതായത് തീറ്റ മെക്കാനിക്കൽ എന്ന് പറയുന്ന തീറ്റ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് P/2 into തീറ്റ മെക്കാനിക്കൽ. ഓക്കെ, തീറ്റ ഇലക്ട്രിക്കൽ ആംഗിൾ is equal to what is P? Number of poles into theta mechanical. Okay, theta mechanical ആണ് ഈ പറഞ്ഞ കൺവേർഷൻ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി മുതൽ നമ്മൾ നോക്കുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇതുവരെ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു പാറ്റേണും ആണ്. The induced EMF of a DC machine running at 750 RPM is 220 volt. അപ്പോൾ ഒരു സ്പീഡ് whatever you are giving that you have to write, N1 is
750 and 220 volt induced EMF. Okay, you can say that it is EB is 220 volt. First speed 750 RPM ആയപ്പോൾ EB എന്ന് പറയുന്നത് 220 volt ആണ്. The percentage increase in field flux, you have to find out the percentage change. Okay, percentage change in field flux. That is, suppose phi1 is the first flux and phi2 is the second flux. Okay, നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് EB യെ ഡിപെൻഡന്റ് ചെയ്തിരിക്കും അല്ലേ. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് ചേഞ്ച്. ഇറ്റ് മേ ബി ആൻ ഇൻക്രീസ്, ഇറ്റ് മേ ബി എ ഡിക്രീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, and they are saying that it is percentage increase. Okay, then for generating an induced EMF of 250 volt at 700. So what is the next condition? N2 is 700 and the voltage or the EMF induced, you can say that it is EB1 and it is EB2, it is 250. Okay, 250 volt ആണ് induced. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? It's very nice question, but you have to say the percentage change, percentage increase or percentage decrease in another case. അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും സ്പീഡും EBയും എല്ലാം കൂടെ എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. Only you have to know EB by phi is proportional to N. In the first case, N1 you can say that it is EB1 by phi1 and N2 you can say it as EB2 divided by phi2. Okay, and you need to find out the flux change. Okay, flux change ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So what is the relation? Suppose you are taking it as 1 and it as 2, then you can say that EB2 by EB1 into, or you can say that N2 by N1 is equal to EB2 by EB1 into phi1 by phi2. ഇതിൽ ചേഞ്ച് ഒന്നുമില്ലല്ലോ. അതായത് ഫസ്റ്റ് സ്പീഡും സെക്കൻഡ് സ്പീഡും നമ്മൾ എന്തിന്റെ ബേസിസിൽ എഴുതി? EB1 is proportional to, N1 is proportional to EB1 by phi1, N2 is proportional to EB2 by phi2. So you can say that N2 by N1 is equal to EB2 by EB1 into phi1 by phi2. It's very clear, right? So come to our problem. ഈ പറഞ്ഞ കണ്ടീഷനിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? phi1 ഇല്ല, phi2 ഇല്ല. അല്ലാതെ phi1 കണ്ടുപിടിച്ച് phi2 കണ്ടുപിടിച്ച് പെർസെൻറ്റേജ് ചേഞ്ച് കാണേണ്ട കാര്യമില്ല. എന്ത് വേണം? N2 എത്രയാണ്? 700. N2 by N1 എത്രയാണ്? 750. Okay, is equal to EB2 by EB1, which is EB2, it is 250, right? And EB1 is 200. 220. Okay, so 700 by 750 is equal to N2 by N1 is equal to EB2 by EB1 into phi1 by phi2. So that is the equation we derived from the normal concept. അല്ലേ, നോർമൽ കോൺസെപ്റ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇതാണ്. N2 by N1 is equal to EB2 by EB1 into phi1 by phi2. So here again, rearranging this, what will you get? Phi1 by phi2, like phi1 by phi2 is equal to 700 into 220 cross multiply just, okay, 700 into 220 divided by phi1 by phi2 അതുപോലെ നിർത്തുക. So it is 750 into 250. Clear? So 700 into 220 divided by 750 into 250. So that is equal to, ഇവിടെ ഇതേ values ഒന്ന് കൊടുത്തു നോക്കിക്കേ. 700 by 750 is equal to 250 by 220 into phi1 by phi2. Clear? So you can say that from here you can say that phi2 is equal to, by rearranging you can get phi2 is equal to 1 point. Just cross multiply ഇത് കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാ? phi2 in terms of phi1.
ഓക്കെ, phi 2-ൽ നിന്നും phi 1-ലേക്ക് അല്ലെങ്കിൽ phi 1-ൽ നിന്നും phi 2-ലേക്കുള്ള ചേഞ്ച്, അതും എന്ത് ചേഞ്ച് ആണ്? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു ക്യാൻ സേ ദാറ്റ് phi 2 is equal to, by rearranging here you will get phi 2 is equal to 1.21751. ഒന്നുമില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് 1.217. എന്തുവാ ഈ 1.217 എന്ന് പറഞ്ഞാൽ? phi 2 100 ആണെങ്കിൽ phi 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 121.7% കൂടുതലാണ്. അപ്പോൾ അവിടുന്ന് ആൻസർ പെർസെൻറ്റേജ് ഇൻക്രീസ് കിട്ടിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, മനസ്സിലാവാത്തവർക്ക് പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ എഴുതുക. എന്താണ്? phi 2 മൈനസ് phi 1 ഡിവൈഡഡ് ബൈ phi 1, അല്ലെങ്കിൽ phi 1 മൈനസ് phi 2 ഡിവൈഡഡ് ബൈ phi 1. എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്രം phi 1 to phi 2 or phi 2 to phi 1. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇൻറ്റു 100. പെർസെൻറ്റേജ് ചേഞ്ച് അല്ലേ ചോദിച്ചേക്കുന്നത്? സോ ഇൻറ്റു 100. ഇവിടെ എത്രയാണ്? 1.21751 മൈനസ് phi 1 ഡിവൈഡഡ് ബൈ phi 1. ക്ലിയർ? സോ യു വിൽ ഗെറ്റ് 21.7%. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ, 21.7%. അപ്പം ഇവിടെ ആൻസറിലോ അല്ലെങ്കിൽ എന്താ പറയുക, ആ വാല്യൂലോ അല്ല ഇമ്പോർട്ടൻസ്. യു ഹാവ് ടു convey the idea that the percentage change can be directly found out from the proportionality concept of speed. അല്ലേ, സ്പീഡിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസെപ്റ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ പെർസെൻറ്റേജ് ചേഞ്ച്, പെർസെൻറ്റേജ് ഇൻക്രീസ് ആയാലും എഴുതാം, പെർസെൻറ്റേജ് ഡിക്രീസ് ആയാലും എഴുതാം. ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന കണക്ക് 700 RPM അല്ല, കുറഞ്ഞ RPM-ത്തിൽ കുറഞ്ഞ കൂടിയ RPM-ത്തിൽ കൂടിയ വോൾട്ടേജ് ആണ് തരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ മെത്തേഡ് ആണ് യു ഹാവ് ടു ലേൺ. എങ്ങനെയാണ് ആ മെത്തേഡ് പറഞ്ഞത്? ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ N2 and N1. You just divided N2 by N1 and you got the idea that N2 by N1 is equal to EB2 by EB1. ഇനി നിങ്ങൾക്ക് ഫ്ലക്സ് തന്നിട്ട് EB2ഉം EB1ഉം തമ്മിലുള്ള പെർസെൻറ്റേജ് ചേഞ്ചും ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്ലെക്സ് തന്നിട്ട് EB2 by EB1 എന്നുള്ള കോൺസെപ്റ്റ് ചോദിക്കാം. ഫ്ലെക്സും EBയും തന്നിട്ട് സ്പീഡ് തമ്മിലുള്ള ചേഞ്ച് ചോദിക്കാം. പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ സ്പീഡ്. ഓക്കെ, അങ്ങനെ ചോദിക്കുവാണെങ്കിലും എന്താ വരേണ്ടത്? ഈ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു phi 1 by phi 2, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ EB2 by EB1, അതും അല്ലെങ്കിൽ N2 by N1, ആ ഒരു റിലേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ എത്ര പെർസെൻറ്റേജ് ആണ് ഒരു സെയിം വാല്യൂ phi 2 phi, ഇവിടെ ആണെങ്കിൽ phi 2 phi 1-ന്റെ എത്ര മടങ്ങാണ് എന്ന് കിട്ടും അല്ലെ. അതായത് phi 1 100 ആണെങ്കിൽ phi 2 1.217 ഓഫ് ദാറ്റ് phi 1 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ 100% നിന്നും എത്ര കൂടി? 217 എന്ന് പറഞ്ഞാൽ 217 മീൻസ് 0.217 അല്ലേ, 0.217. 100 എന്ന് പറയുന്നതാണല്ലോ 1, അപ്പോൾ 1.217. അപ്പോൾ ആ 217 ആണ് ശരിക്കും പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പോൾ 0.217 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 21.7. ഇനി അതുമല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു phi 2 മൈനസ് phi 1 by phi 1 ഇൻറ്റു 100 എന്നുള്ള കോൺസെപ്റ്റിൽ എടുത്താലും 1.217 മൈനസ് 100 അല്ലെങ്കിൽ 1 അല്ലേ ഡിവൈഡഡ് ബൈ phi 1 എന്താണ് 21.7%. So that is the idea behind the percentage increase and percentage decrease in the speed EB or phi. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫ്ലെക്സിലുള്ള ചേഞ്ച് ആണ്. സോ 21.7 ഈസ് ദ ആൻസർ. ഇതേ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ബാക്ക് EMFിലുള്ള ചേഞ്ച് പെർസെൻറ്റേജ് ഡിക്രീസ് ഓർ ഇൻക്രീസ് ചോദിക്കാം, സ്പീഡിലുള്ള പെർസെൻറ്റേജ് ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചോദിക്കാം. ഓക്കെ, so that is regarding the problem. Okay, then next question. At 1200 RPM the induced EMF of a DC machine is 200 volt. For an armature current of 15 ampere the electromagnetic torque
produced would be. Torque എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടിപ്പോയി 9.55 into EBIA/N എന്നുള്ള ഫോർമുല എടുക്കരുത്. ഓക്കെ, എന്താണ് ഇപ്പം ടോർക്ക് ഇസ് ഈക്വൽ ടു ഈ ഒരു ഫോർമുലയിൽ നിങ്ങൾക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? IA അറിയില്ല, ഓക്കെ, സോറി IA അറിയാം, EB അറിയില്ല, N അറിയില്ല, ഓക്കെ, EB എടുക്കാൻ പറ്റില്ല. സോ യു കാൺട്ട് യൂസ് ദിസ് ഫോർമുല ഫോർ ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയിൽ ജസ്റ്റ് യു ആർ ഗിവൺ ബൈ 1200 RPM induced EMF EB is equal to 200 volt and it is IA is equal to 15 ampere, right? Okay, DC machine is 200 volt and for an armature current of 15 ampere the electromagnetic torque produced would be. അപ്പം ഇവിടെ നിങ്ങൾക്കുള്ള ചേഞ്ച് കാരണം നിങ്ങളുടെ സ്പീഡ് EB എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നുണ്ട് ആൻഡ് ദാറ്റ് ബാക്ക് EMF വിയിലുള്ള ചേഞ്ചസ് നമുക്കറിയില്ല അല്ലേ? ദാറ്റ് ഇസ് V is equal to EB minus V minus IARA എന്നുള്ളൊരു കോൺസെപ്റ്റ്. EB ശരിക്കും പറഞ്ഞാൽ V minus IARA എന്നുള്ള ഇതിൽ RA നമുക്കില്ല ഇവിടെ, റൈറ്റ്? RA നമുക്കില്ല and they are saying that the induced EMF of a DC machine is 200 volt at this particular speed. അത് തന്നെ ആവണം എന്നില്ല സ്റ്റാർട്ടിംഗ് സ്പീഡ്. ഓക്കെ, സോ യു കാൻ ആ ഒരു കോൺസെപ്റ്റിൽ ആ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് RA അറിയാത്തത് കൊണ്ടും അതായത് EBയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് വോൾട്ടേജ് V ആണ്, DC മെഷീന്റെ വോൾട്ടേജ് ആണ് എത്ര? V ആണ് 200 വോൾട്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ടോർക്ക് കോൺസെപ്റ്റിൽ കുറച്ചുകൂടെ അതായത് ഇൻ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാം. എന്താണ്? യു നോ ദാറ്റ് പവർ ഇസ് ഈക്വൽ ടു അല്ലേ? പവർ ഇസ് ഈക്വൽ ടു 2 pi NT/60. ഓക്കെ, 2 pi NT/60. അപ്പോൾ എന്താ കുറച്ചുകൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ മെത്തേഡിൽ പോവാം. ഏതാണ്? 2 pi NT/60 is equal to P. By rearranging this, T is equal to P into 60 divided by 2 pi n. അല്ലേ? T is equal to P into 60 by 2 pi n. Pക്ക് വേറൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? പവർ ഇസ് ഈക്വൽ ടു V into I. അവിടെ നമുക്ക് V തന്നിട്ടുണ്ട്. ഓക്കെ, so here in this question V is given as 200 volt and EB you have to find out. Back EMF എന്ന് അവർ പറയുന്നില്ല, induced voltage ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, induced voltage is 200 volt. So back EMF എന്ന് പറയുന്ന കോൺസെപ്റ്റ് EB ഇല്ല. ഓക്കെ, EB കണ്ടുപിടിക്കാനായിട്ട് V minus IARAയിൽ RA തന്നിട്ടില്ല. സോ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ പോയാൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ. എന്താണ് ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ? ഒരു മെക്കാനിക്കൽ ഇക്വേഷൻ നമുക്കറിയാം, 2 pi NT/60 മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കൺവേർഷൻ അല്ലേ? അവിടെ V into I യും പവർ ആണ്. So you can say that T is equal to P into 60 by 2 pi n and instead of this P you can apply the electrical power. Okay, that is V into I. V തന്നിട്ടുണ്ട് അല്ലേ? മീൻസ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ V എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നിട്ടുണ്ട് ആൻഡ് ഡിവൈഡഡ് ബൈ 2 pi n. സോ വാട്ട് ഇസ് ഇറ്റ്? 2 pi n by ഇവിടെ 2 pi NT/60 T is equal to P into 60 by 2 pi n. P എന്ന് പറയുന്നത് VI ആണ് അല്ലേ? V എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? 200 വോൾട്ട്. I എത്രയാണ്? 15 ampere. Okay, and into 60 divided by 2 into pi into 1200. Okay, 1200. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ 200ന്റെ ഇതൊക്കെ വെട്ടി then 6 60 10. Okay, then ഇത് കൊടുത്തു 5. ഇപ്പം ഇത് ചെയ്യുമ്പം എല്ലാം ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താ? കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സാക്ട് വാല്യൂയിലേക്ക് നിൽക്കണ്ട. നിങ്ങൾ ഇവിടുത്തെ ഓപ്ഷൻ നോക്കിയാൽ 2000ഉം 3000ഉം വരില്ല. ഇത് 15 into 5 divided by pi. Pi എന്ന് പറയുന്നത് 3.14 ആണ്. ഓക്കെ, അപ്പം ഒരിക്കലും എന്ത് വരില്ല? ഈ 2000ഉം 3000ഉം വരില്ല. അപ്പൊ ആ ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. ദെൻ 230 ന്യൂട്ടൺ മീറ്റർ ആണോ നോക്കാം. 15 into 5 ഡിവൈഡഡ് ബൈ 3.3 എന്ന് എടുക്കാം. 3 എന്ന് എടുത്താലും ഇവിടെ എന്ത് വരും?
സപ്പോസ് നമ്മൾ പൈ അസ്യൂം ചെയ്ത് 3യിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈ പറഞ്ഞ ആള് എത്ര വരും 5 എന്ന് വെച്ചാൽ 25ന് അറൗണ്ട് ആയിട്ടേ വരുള്ളൂ, റൈറ്റ്? 25ന് അറൗണ്ട് ആയിട്ട് ഇവിടെ കിടക്കുന്ന വാല്യൂ എത്രയാ? 23.8 ന്യൂട്ടൺ മീറ്റർ. സോ യു ക്യാൻ ചൂസ് ദാറ്റ് ആൻസർ. മനസ്സിലായോ? ഇവിടെ ശരിക്കും ഒരു എലിമിനേഷൻ ഓഫ് എന്താ പറയാ നമ്മുടെ ഓപ്ഷൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോവാം. ബിക്കോസ് യു നോ ദാറ്റ് ദ വേ, അല്ലേ? നമുക്ക് ആ വേ അറിയാം. P is equal to 2 pi in T/60 T കണ്ടുപിടിച്ചു. ദെൻ ആ Tയിൽ Pക്ക് പകരമായിട്ട് V into I എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ബിക്കോസ് V and I അവൈലബിൾ ഹിയർ. സോ ജസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 2000 3000 റേഞ്ചിലൊന്നും എന്തായാലും പോകത്തില്ല. ആൻഡ് 15 into 5 3 എന്നുള്ള കോൺസെപ്റ്റിൽ പയ്യെ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ ആ ഒരു 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ around 25. Around 25, the value for here it is 23.8 Newton meter. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് EB ആണ്, ബട്ട് there is no IA. ഓക്കെ, there is no IA. അപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. എന്താണ്? ഒരു കോൺസെപ്റ്റില് IA കണ്ടുപിടിച്ച് അവിടെ RA തന്നിട്ടുണ്ട്, വോൾട്ടേജ് കണ്ടുപിടിച്ച് IL പ്ലസ് ISHO അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് IA കണ്ടുപിടിക്കാൻ. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ടോർക്കിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടോർക്ക് ഡയറക്റ്റ് തരാം, അതായത് EB ഡയറക്റ്റ് തരാതെ EB കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസും ഡയറക്റ്റ് തരാതെ എന്ത് ചെയ്യും? ഒരു വളഞ്ഞു ചുറ്റി മൂക്കിൽ പിടിക്കുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, AEI പോലുള്ള വലിയ നല്ല എക്സാമിന് മോസ്റ്റ്ലി അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മാത്സ് ദ ഫോളോയിങ് കോൺസെപ്റ്റ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും മാത്സ് ദ ഫോളോയിങ്ങും ഉറപ്പായിട്ട് ചോദിക്കാം. ഇവിടെ വളരെ എളുപ്പമാണ് ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ match list 1 with list 2 and select the correct answer by using the codes given below in the list. നമുക്കറിയാം കോപ്പർ ലോസ്. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കോപ്പർ ലോസ്? ഓക്കെ, അതായത് കോപ്പർ ലോസ്, ദെൻ ഈ പറഞ്ഞ കോപ്പർ ലോസിൽ വിൻറ്റേജ് ലോസ് കോപ്പർ ലോസ് ആണോ? ഹിസ്റ്ററിസിസ് ലോസ് കോപ്പർ ലോസ് ആണോ? ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെ ലോസസ് ഉണ്ട് ആ ലോസസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് ഓക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ദെൻ കോപ്പർ ലോസ് ഇതിനകത്ത് ഏതൊക്കെയാണ്? വിൻറ്റേജ് ലോസ് എന്ത് ലോസ് ആണ്? Vintage loss, you know that it is air friction loss. It is mechanical loss. So you can say that this is C. Okay, vintage loss is applicable to this C part. Okay, appo vintage loss edukam. Hysteresis loss. Hysteresis loss and eddy current loss, you know that it is iron losses. Okay, ada losses inde session nokkuka. Appo hysteresis loss endilekku pogum? ബിയിലേക്ക് പോകും. പക്ഷേ ഇത് മാത്രമല്ല, ഓക്കെ, സിയും ബിയും ഉള്ളത് ഇത് മാത്രമല്ല, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കണം. അപ്പൊ സി, ബി, ദെൻ ഐ സ്ക്വയർഡ് ആർ ലോസ് ഇൻ ഇന്റർപോൾ. എവിടെയൊക്കെ ഐ സ്ക്വയർഡ് ആർ ലോസ് ഉണ്ടോ അതൊക്കെ എന്ത് ലോസ് ആണ്? കോപ്പർ ലോസ് ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ. ഓക്കെ, ദെൻ കമ്മ്യൂട്ടേറ്റർ ഫ്രിക്ഷൻ ലോസ്. എവിടെ ഫ്രിക്ഷൻ ലോസ് ഉണ്ടോ അത് മെക്കാനിക്കൽ ലോസ് ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സി. ദെൻ I square loss in the series field copper loss, it belongs to copper loss A. Then bearing friction loss ഏതാണ്? Mechanical loss, right? Eddy current loss, iron loss ആണ് eddy current loss. So you can say that it is B. And I square R loss in the shunt field. Shunt field il I square R loss. I square loss in the shunt field means it is A. So ഏതൊക്കെയാണ് എയിൽ വരുന്നത്? ഓക്കെ, എയിൽ വരുന്നത് 8 വരുന്നുണ്ട്, ദെൻ 5 വരുന്നുണ്ട്, ദെൻ 3 വരുന്നുണ്ട്. ഓക്കെ, 3, 5, 8, 4, A. ഏതാണ് ഇത്? എ എന്നാണ് കേട്ടോ. എ 3, 5, 8. ഓക്കെ, ദെൻ വേറെ എവിടെയെങ്കിലും 3, 5, 8 ഉണ്ടോ? ഇല്ല. ദെൻ ബി വരുന്നത് ഏതൊക്കെയാണ്? 2 and 7. ഇനി നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിലോ? ഓക്കെ, അപ്പോൾ 2ഉം 7ഉം ആണോ വരുന്നത് നോക്കുക. സോ ബി 2 and 7. സി വരുന്നത് ഏതൊക്കെയാണ്? 1, then 6 and 4. 1, 4, 6. Okay.
Okay, so it is very clear that the first column belongs to different types of losses and the second column gives different losses which belongs to the first column. അല്ലേ? അപ്പോൾ കോപ്പർ ലോസ് ഏതൊക്കെയാണ്? എല്ലാ I squared R losses-ഉം just അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. I squared R losses in series field, then shunt field or shunt field even in ഏതിലാണ് ഇതിലൊക്കെ വരുന്നത്? ഇത് മൂന്നെണ്ണം തന്നിട്ടുണ്ടല്ലോ, സീരീസ് ഫീൽഡ്, ഷണ്ട് ഫീൽഡ്, ഇന്റർപോളിലും വരുന്നത് എന്ത് തന്നെയാണ്? I squared R losses always it is known as copper loss. Copper loss നമ്മൾ സാധാരണ വിളിക്കുന്നത് തന്നെ എന്തെന്താ? I squared R losses എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും എഡി കറണ്ട് ലോസസും ശരിക്കും പറഞ്ഞാൽ കോപ്പർ ലോസ് അല്ലേ? പക്ഷേ അത് എന്ത് മൂലം ഉണ്ടാവുന്നതാണ്? മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇതിന്റെ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന എഡി കറണ്ട് മൂലം ഉണ്ടാവുന്ന ലോസസ്, ദാറ്റ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് കോപ്പർ ലോസ് ആണ്. പക്ഷേ അത് എന്തിന്റെ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്? എഡി കറണ്ടിന്റെ കാരണം കൊണ്ടാണ്. അത് ദാറ്റ് ബിലോങ്സ് ടു അയൺ ലോസ്. ഓക്കെ, hysteresis and eddy current loss coming to iron losses. Okay, ഇനി ഇതിനെ വേറെ പേര് പറഞ്ഞും ചോദിക്കാം. കോൺസ്റ്റന്റ് ലോസ് എന്നും വേരിയബിൾ ലോസ് എന്നും ഒക്കെ ഉള്ള പേരിൽ ചോദിക്കാം. അത് നമ്മളുടെ സെഷനിൽ കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ലോസ്, ഏതൊക്കെയാണ് വേരിയബിൾ ലോസ് അങ്ങനെയും ചോദിക്കാം. അതായത് കോളം 1 കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾ ലോസസ് മാത്രം കൊടുത്തിട്ട് കോളം 2 കൊടുത്താലും യു ഹാവ് ടു ആൻസർ. അപ്പോൾ അത് ആ സെഷൻ ഒന്ന് ജസ്റ്റ് നോക്കിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a DC series motor is running at rated speed and rated voltage feeding a constant power load. If the speed has to be reduced to 0.25 pu. What is pu? It is per unit value. You know that concept from the power system. Okay, per unit value എന്താണെന്നൊക്കെ നമുക്കറിയാം. നമുക്കിവിടെ 0.25 pu-ൽ എന്ത് വേണം? ഈ പറയുന്ന ഇതിനെ reduce ചെയ്യണം, സ്പീഡിനെ reduce ചെയ്യണം. The supply voltage should be reduced to in terms of per unit. So it is a type of question which can be asked in the exam. അല്ലേ? EA പോലുള്ള എക്സാംസിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. DC series motor is running at rated speed. Then സ്പീഡിന്റെ per unit എന്തായിട്ട് എടുക്കാം? 1 per unit എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കാം. Then the feeding a constant power load. Power load means E1 I1 അല്ലെങ്കിൽ V1 I1 is equal to E2 I2 അല്ലെങ്കിൽ എന്താണ് V2 I2. കോൺസ്റ്റന്റ് പവർ അതാണല്ലോ. ഏതെങ്കിലും ഒരു സമയത്തുള്ള EBയും Iയും രണ്ടാമത്തെ സമയത്തുള്ള EBയും Iയും സെയിം ആണ്. ഓക്കെ, if the speed has to be reduced to 0.25 per unit, അതായത് ആദ്യത്തെ സ്പീഡ് 1 ആയിരുന്നു, അടുത്ത സ്പീഡ് എന്താണ്? N2 എന്ന് കൊടുക്കാം. അതെന്ന് പറയുന്നത് 0.25 per unit ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ സപ്ലൈ വോൾട്ടേജ് ഷുഡ് ബി റെഡ്യൂസ്ഡ് in terms of per unit. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സപ്ലൈ വോൾട്ടേജ് in terms of E എന്നുള്ള കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ V എന്നുള്ള കോൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർ യൂണിറ്റ് വാല്യൂന്റെ പ്രത്യേകത അറിയാം അല്ലേ? അപ്പം ഇവിടെ റേറ്റഡ് സ്പീഡ് N1 എന്ന് കൊടുക്കാം. നമുക്കറിയാം സ്പീഡും ടോർക്കും, ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു IA സ്ക്വയർ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നും ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു സ്പീഡ് ഒമേഗ അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്കിന്റെ പാർട്ട് എടുത്ത് നോക്കുക. T is proportional to omega അല്ലെങ്കിൽ T is proportional to rotating speed, then T proportional to IA square. ഈ രണ്ട് കോൺസെപ്റ്റിനെ കൂടെ വെച്ചിട്ട് യു ക്യാൻ സേ ദാറ്റ്, അറിഞ്ഞൂടെങ്കിൽ എഴുതി വെക്കുക, IA2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ IA1 സ്ക്വയർ ആൻഡ് IA2 സ്ക്വയർ. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് IA2 സ്ക്വയർ ബൈ IA1 സ്ക്വയർ ടോർക്കിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ടോർക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് IA2 സ്ക്വയർ ബൈ IA1 സ്ക്വയർ ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഓക്കെ, സോറി N1 by N2 എന്നുള്ള ഒരു ഇതിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം IA2 സ്ക്വയർ ഇസ് ഈക്വൽ ടു N1 by N2 ഇൻറ്റു IA1 സ്ക്വയർ. അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളും നമ്മൾ ടോർക്കിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, N1 by N2 ഇൻറ്റു IA1 സ്ക്വയർ, ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇവിടെ N1 by N2, നമുക്ക് ഇവിടെ N1 ഉം N2 വാല്യൂ ഒന്നും വേണ്ട, പെർ യൂണിറ്റ് വാല്യൂ ആണ്. എങ്ങോട്ടാ റെഡ്യൂസ് ചെയ്തേക്ക്? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? IA2 സ്ക്വയർ ഇസ് ഈക്വൽ ടു
N1 by N2. N1 എത്രയാ 1 per unit. Okay, rated speed ആണ് N1. N2 എത്രയാ 0.25. Clear? 0.25 into IA1 square. Okay, ഇത് എവിടെ നിന്നാണ് ടോർക്കിന്റെ ഡെറിവേഷനിൽ ടോർക്കും സ്പീഡും ഐയും തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ എക്സാക്ട്ലി സ്പീക്കിംഗ് ടോർക്ക് സ്പീഡ് ഗ്രാഫ് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ? ആ ഒരു സെഷൻ പോയി നോക്കുക. ടോർക്ക് സ്പീഡ് ടി ആൻഡ് എൻ ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അതിന്നാണ് നമുക്ക് എന്ത് കിട്ടിയ ടോർക്ക് വേഴ്സസ് ഐ എ, സ്പീഡ് വേഴ്സസ് ഐ എ, അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ എടുത്തിട്ട് ടോർക്ക് വേഴ്സസ് സ്പീഡ് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ? അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് കിട്ടുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് സെഷൻ. ഓക്കെ, ഏതാണ് എക്സാക്ട്ലി സ്പീക്കിംഗ് എവിടെയാ പറഞ്ഞേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് ഐ എ, സ്പീഡ് ഐ എ, ടോർക്ക് സ്പീഡ്, ആ റിലേഷനിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് കിട്ടുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഹിയർ IA2 is equal to, നമുക്കറിയില്ല IA2 എവിടെയായിട്ടാണ് പോയേക്കുന്നതെന്ന് അറിയില്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √1/0.25 into IA1 square. ബാക്കി എല്ലാം റേറ്റഡ് ആണ്. റേറ്റഡ് സ്പീഡിൽ റേറ്റഡ് ടോർക്ക്, അപ്പം 1 per unit തന്നെയാണ് അവിടെ എടുക്കുന്നത്. സോ വാട്ട് ഇസ് ദ റിലേഷൻ ഓഫ് IA2 ആൻഡ് IA1? IA2 എത്ര ആയിട്ട് റെഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല. IA2 എന്തായാലും മാറുന്നുണ്ട്. കാരണം എന്താ? ദാറ്റ് ഈസ് the supply voltage should be reduced. Supply voltage reduce ചെയ്യുമ്പോൾ കറണ്ടിനകത്തും ആ വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ ഐയും ടോർക്കും തമ്മിലുള്ള റിലേഷൻ, സ്പീഡും ടോർക്കും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? IA2ഉം IA1ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ IA2 is equal to √1/0.5, that is √4. ക്ലിയർ? 0.25 into 4 വരുമല്ലോ. അപ്പോൾ √4 എന്ന് പറയുന്നത് 2 per unit. അതായത് IA1 ഒരു പെർ യൂണിറ്റ് ആവുന്ന സമയത്ത് IA1 IA2 എന്താണെന്ന് നമുക്ക് കോൺസെപ്റ്റിൽ കിട്ടി. ഏതാ? സ്പീഡ്, ഫസ്റ്റ് സ്പീഡ് റേറ്റഡ് സ്പീഡും സെക്കൻഡ് സ്പീഡ് 0.25 u ആവുന്ന സമയത്ത്, ഓക്കെ, PU ആവുന്ന സമയത്ത്. അപ്പം IA2ഉം IA1ഉം തമ്മിലുള്ള പെർ യൂണിറ്റ് റിലേഷൻ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത കണ്ടീഷൻ എടുക്കുക. എന്താ? ഫീഡിങ് എ കോൺസ്റ്റന്റ് പവർ ലോഡ്. ഓക്കെ, കോൺസ്റ്റന്റ് പവർ ലോഡ്. കോൺസ്റ്റന്റ് പവർ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? E1 into I1 is equal to E2 into I2. ഓക്കെ, I1ഉം I2ഉം തമ്മിലുള്ള പെർ യൂണിറ്റ് കോൺസെപ്റ്റ് നമുക്കറിയാം. I1ഉം I2ഉം തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആവുന്നത് നമുക്ക് പറയാം, അല്ലേ? ദാറ്റ് ഈസ് IA2 is equal to, അല്ലെങ്കിൽ I2 is equal to 2 per unit. എത്രയാണ്? IA1നെ അപേക്ഷിച്ച്. ക്ലിയർ? അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് E2 is equal to 1 into 1 divided by 2. ക്ലിയർ? 1 into 1, ബാക്കി എല്ലാം 1 ആണ് പെർ യൂണിറ്റ്. ഈ N1ന്റെ കണ്ടീഷനിൽ, റേറ്റഡ് സ്പീഡിന്റെ കണ്ടീഷനിൽ എല്ലാ പെർ യൂണിറ്റ് വാല്യൂവും 1 ആണ്. റേറ്റഡ് സ്പീഡ് 1 ആണ്, E1 ആണ്, I1 ആണ്. അപ്പം ആ കോൺസെപ്റ്റിൽ E2 is equal to E1, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഴുതുക, E2 is equal to E1 I1 divided by I2. ക്ലിയർ? E1 I1 by I2. E1 എന്ന് പറയുന്നതും I1 എന്ന് പറയുന്നതും 1 per unit ആണ്, because it is at rated speed. So you can say that 1 into 1 divided by 2, that is equal to 0.5 per unit. 0.5 per unit. So the answer is 0.5 per unit. ഈ per unit കോൺസെപ്റ്റ് ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? നത്തിങ് അതർ ദാൻ ഒരു DC സീരീസ് മോട്ടറിന് റേറ്റഡ് സ്പീഡിലും റേറ്റഡ് വോൾട്ടേജിലും, സോ റേറ്റഡ് സ്പീഡ് ആൻഡ് റേറ്റഡ് വോൾട്ടേജ് മീൻസ് ദ പെർ യൂണിറ്റ് വാല്യൂ ഇസ് 1. ഓക്കെ, അതിൽ റൺ ചെയ്യുന്നു. കോൺസ്റ്റന്റ് പവർ ആണ് ഡെലിവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ E1 I1 is equal to E2 I2. സോ ദാറ്റ് ഇസ് വെരി ക്ലിയർ. പക്ഷെ നമ്മളോട് പറയുന്നു സ്പീഡ് എന്ത് ചെയ്യണം? നമുക്ക് 0.25 പെർ യൂണിറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, 0.25 പെർ യൂണിറ്റ്. അപ്പം നമുക്ക് ആരെയൊക്കെ ബന്ധപ്പെടുത്തണം? കറണ്ട്, വോൾട്ടേജ്, ദെൻ സ്പീഡ്. ഓക്കെ, ദെൻ കറണ്ടും സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. T
ടി പ്രപ്പോർഷണൽ ടു ഐയുടെ ഐ എ സ്ക്വയർ എന്നുള്ള കോൺസെപ്റ്റും ടി പ്രപ്പോർഷണൽ ടു സ്പീഡ് എന്നുള്ള കോൺസെപ്റ്റും രണ്ടും കൂടെ വെച്ചിട്ട് ഐ എയും ദെൻ സ്പീഡും തമ്മിലുള്ള റിലേഷൻ, ഓക്കെ, ഐ എയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് IA2 സ്ക്വയർ അല്ലെങ്കിൽ I2 സ്ക്വയർ ഇസ് ഈക്വൽ ടു N1/N2 ഇൻറ്റു I1 സ്ക്വയർ. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ടോർക്ക് സ്പീഡ് റിലേഷനിൽ നിന്നും. അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് IA2 അല്ലെങ്കിൽ I2 എന്ന് പറയുന്നത്, അതായത് സ്പീഡ് 0.25 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ള കറണ്ട് എന്ന് പറയുന്നത് ആദ്യമുള്ള പെർ യൂണിറ്റിന്റെ ഇരട്ടിയാണ്, 2PU ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കോൺസെപ്റ്റ് നമ്മൾ എടുത്തു. എന്താണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്? E1 I1 is equal to E2 I2, and you know that E2 is equal to E1 I1 by I2. ക്ലിയർ? സോ അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പെർ യൂണിറ്റ് എടുക്കുക. ഉറപ്പായിട്ടും ഇതുപോലെ ഒരു കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും പെർ യൂണിറ്റ് വാല്യൂവിൽ പവർ സിസ്റ്റത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇത്രയും ഒരു കുറേ പ്രോബ്ലംസ് ഒക്കെ കണ്ടു. ആ പ്രോബ്ലംസ് നിന്ന് വരാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കി. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ DC മെഷീൻ അയൺ ലോസ് ഒക്കേഴ്സ്. ഒരു വല്ലാത്ത കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അയൺ ലോസ് എവിടെയൊക്കെയാണ് DC മെഷീൻസിൽ ഉള്ളത്? ആർമേച്ചർ കോറിലുണ്ടോ, യോക്കിലുണ്ടോ, പോൾ കോഴ്സിലുണ്ടോ, പോൾ ഷൂസിലുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിവിടെ അറിയാം അയൺ ലോസ് മാഗ്നറ്റിക് ലോസ് ആണ്. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് ലോസ്. ആൻഡ് യു ഡെഫിനറ്റ്ലി നോ ദാറ്റ് ആർമേച്ചർ കോറിൽ എന്തുണ്ടാവുന്നുണ്ട്? എഡി കറൻസ് ഉണ്ടാവുന്നുണ്ട്. അതാണല്ലോ ആർമേച്ചർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെഷൻ തന്നെ നമ്മൾ കുറേ ലോസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന അയൺ ലോസ് ആർമേച്ചർ കോറിലുണ്ടാവും എന്നുള്ളത് നമുക്ക് പക്കയാണ്. പക്ഷേ അത് വെച്ച് 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 1 and 4, 1 and 2, 1 and 3, 2 and 3. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആർമേച്ചർ കോർ ഉണ്ട്. ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരാള് യോക്കാണ്. ഓക്കെ, യോക്ക് എന്താണ്? നമ്മൾ യോക്കിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ പറയുന്നു യോക്കിന് ആ പേര് കിട്ടിയത് എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് യോക്കിന്. ഫ്രെയിം എന്നുള്ള പേര് എന്തുകൊണ്ടാണ്? മെക്കാനിക്കൽ സ്ട്രെസ്സസിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് കോർ എന്ന പേര് വന്നത്. ആൻഡ് ദ ഫ്രെയിം ഗോസ് യോക്ക് എന്ന് പറയുന്ന പേര് വന്നത് മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ്. അപ്പം മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് അവിടെ അയൺ ലോസ് വേണ്ടേ? വേണോ? ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ. ദെൻ പോൾ കോഴ്സ്. പോൾ കോഴ്സിലാണ് നമുക്ക് ഫ്ലെക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചിന്തിക്കും? പോൾ കോഴ്സിൽ എന്തുണ്ടാവും? ഫ്ലെക്സ് ഉണ്ടാവുന്നത് കൊണ്ട് അയൺ ലോസ് ഉണ്ടാവും. ആൻഡ് പോൾ ഷൂസ്. പോൾ ഷൂസ് പ്രത്യേകിച്ച് എന്താ? പോൾ ഷൂസിന് ആ ഒരു ഈ പറഞ്ഞ ഒരു ഷേപ്പ് തന്നെ തരുന്നത് അല്ലേ? ഇതാണ് പോൾ ഷൂസിന്റെ ഷേപ്പ്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഫ്ലെക്സിനെ എയർ ഗ്യാപ്പിലേക്ക് വിടുന്നത് ആരാണ്? പോൾ ഷൂസ് ആണ്. ഇവിടെ എവിടെയാണ് അയൺ ലോസ് ഉണ്ടാവുന്നത്? വളരെ വളരെ നല്ല രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എവിടെയാണ്? ആർമേച്ചർ കോർ ഈസ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ആർമേച്ചർ കോർ. ആർമേച്ചർ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർമേച്ചർ കോറിൽ ഉണ്ടാവുന്ന ആ ഒരു എഡി കറണ്ടും ഇതുമാണ് എന്തിന്റെ കാരണം? ആർമേച്ചർ റിയാക്ഷന്റെ കാരണം. സോ ആർമേച്ചർ കോറിനെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അത് വെച്ച് 3 ഓപ്ഷൻസ് വേറെയുണ്ട്. ഏതൊക്കെയാ? 4ഉം 2ഉം 3. അപ്പൊ അറിഞ്ഞെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, യോക്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പാർത്താണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വോണ്ട് ഇൻവോൾവ് ഇൻ അവർ ഫ്ലെക്സ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ EMF പ്രൊഡക്ഷൻ. EMF പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ EMF പാത്ത് കംപ്ലീറ്റ് മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ് യോക്ക് ചെയ്തത്. സോ ദാറ്റ് വോണ്ട് ഇൻവോൾവ് ഇൻ EMF പ്രൊഡക്ഷൻ. ക്ലിയർ? അപ്പൊ ഫ്ലെക്സ് ചേഞ്ച് എന്തിലുണ്ടാവുന്നില്ല? യോക്കിലുണ്ടാവുന്നില്ല. സോ അവിടെ എന്തുണ്ടാവുന്നില്ല? അയൺ ലോസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ ആരാണ്? അപ്പം സെക്കൻഡ് ഓപ്ഷൻ ഇത് കളയാം. ഏതാ? 1 and 2 കളയാം. അപ്പൊ 2 and 3 നമ്മൾ കളഞ്ഞു, 1 and 2 കളഞ്ഞു. ഇനിയും നമുക്ക് 2 ഓപ്ഷനുണ്ട്, 1 and 4 and 1 and 3. ഇനി 2 ഓപ്ഷനിൽ ഒന്ന് പോൾ കോറും ഒന്ന് പോൾ ഷൂ ആണ്. ഓക്കെ, പോൾ കോർ എന്ന് പറയുന്ന ആരാ? വൈൻഡിങ്
എന്ത് ചെയ്തിരിക്കുന്നതാണ്? ഈ പോൾ കോറിനകത്താണ് ആരെ കൊടുത്തിരിക്കുന്നത്? നമ്മൾ വൈൻഡിങ്ങിനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ വൈൻഡിങ്ങിലാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, വൈൻഡിങ്ങിലാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. അതിനുള്ള മാഗ്നറ്റിക് ആയിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിസം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആരുടെ ഡ്യൂട്ടി? പോൾ കോറിന്റെ ഡ്യൂട്ടി. ആൻഡ് ദാറ്റ് വോണ്ട് ഹാവ് അയൺ ലോസ്. അവിടെ എന്തുണ്ടാവുന്നില്ല? അയൺ ലോസ്. ദ എക്സൈറ്റേഷൻ ഓഫ് മാഗ്നറ്റിസം അതിന്റെ കോൺസെപ്റ്റിൽ വരുന്നതാണ് ആര്? പോൾ കോർ. പക്ഷെ പോൾ ഷൂവിന് ഒരു കാര്യമുണ്ട്. പോൾ ഷൂ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലെക്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ എയർ ഗ്യാപ്പിലോട്ട് വിടുന്നത്. ഓക്കെ, ഉണ്ടാവുന്ന ഈ പോൾ കോറിൽ ഉണ്ടാവുന്ന, പോൾ കോറിലല്ല, പോൾ കോർ കാരണം വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫീൽഡിന്റെ കൺസ്ട്രക്ഷനിൽ നിന്ന് വരാവുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഫീൽഡിന്റെ വൈൻഡിങ്ങിലാണ് എന്തുണ്ടാവുന്നത്? ഫ്ലക്സ് ഉണ്ടാവുന്നത്. അതിനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മുടെ ആർമേച്ചറിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എയർ ഗ്യാപ്പിലേക്ക് വിടുന്ന ആളാണ് പോൾ ഷൂ. സോ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും? പോൾ ഷൂവില് അയൺ ലോസ് ഉണ്ടാവും. ബിക്കോസ് ദാറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഫ്ലക്സ്. ഓക്കെ, ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് അവിടെ കൊടുക്കുന്ന, കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട് ആരാണ്? പോൾ ഷൂ ആണ്. പക്ഷെ പോൾ കോർ എന്താണ്? മാഗ്നറ്റിസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ്. സോ ദ ആൻസർ ഈസ് 1 and 4. സോ ദിസ് ഈസ് ദി ആൻസർ അല്ലേ? 1നും 4ഉം ആണ്. എന്ന് വെച്ചാൽ ആർമേച്ചർ കോറിലും പോൾ ഷൂയിലുമാണ് എന്ത് ലോസ് ഉണ്ടാവുന്നത്? അയൺ ലോസ് ഉണ്ടാവുന്നത്. ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. യോക്കിലും പോൾ കോറിലും അയൺ ലോസ് ഉണ്ടാവുന്നില്ല. എവിടെയൊക്കെയാണ് ഉണ്ടാവുന്നത്? ആർമേച്ചർ കോറും പോൾ ഷൂവും എന്ന് പറഞ്ഞ് യോക്ക് മാഗ്നറ്റിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ്. പോൾ കോർ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഫ്ലക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന രണ്ടാൾക്കാർ ഏതൊക്കെയാണ്? ആർമേച്ചർ കോർ ആൻഡ് പോൾ ഷൂസ്. സോ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇതെന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ആ രീതിയിലല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് a cumulatively compound DC generator is supplying 20 ampere at 200 volt. Now, if the series field winding is short circuited, the terminal voltage. Another interesting question. Cumulatively compound. എങ്ങനെയാ cumulatively compound ഇരിക്കുന്നത്? ക്ലിയർ? ഇതല്ലേ cumulatively compound? അതിൽ എന്താ പറയുന്നത്? Cumulatively compound DC generator ഉണ്ട്, supplying 20 ampere 200 volt. അതൊക്കെ നമ്മൾ വിട്ടു. Then now if the series field winding is short circuit in cumulatively compound motor, this is the RSH part, sorry, and this is the series winding. Clear? ഇതല്ലേ cumulatively compound. അപ്പോൾ cumulatively compound എന്താണെന്ന് അറിയണം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ സീരീസ് സർക്യൂട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, പക്ഷെ അവിടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ആര് വഴി? ഷണ്ട് ഫീൽഡ് വഴി. പക്ഷേ സീരീസ് ഫീൽഡ് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് കൂടുവോ കുറയുവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ആർമേച്ചർ നെറ്റ്വർക്സിലെ ടെർമിനൽ വോൾട്ടേജ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. will remain unaltered at 200 volt. Is this correct? കാരണം എന്താ? ഇവിടെ സീരീസ് ഫീൽഡ് ഉണ്ടായിരുന്നു. സീരീസ് ഫീൽഡ് കൊടുത്തുകൊണ്ടിരുന്ന ഫ്ലക്സ് പെട്ടെന്ന് പോയി. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ അപ്പം ഇക്വേഷൻ കാണാതെ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് നോക്കി V-IR അത് നോക്കിയിട്ട് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ വിൽ റിമൈൻ അൺആൾട്ടേർഡ് അറ്റ് 200 വോൾട്ട് ഒരിക്കലും അല്ല, ആൾട്ടറിങ് ഉണ്ടാവും. അത് കൂടുവോ കുറയുവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിൽ റൈസ് ടു 220 വോൾട്ട്. റൈസ് ചെയ്യോ? വില്ലാണ്, വോൾട്ടേ ഉള്ളൂ, എക്സ് ഇല്ല. ഓക്കെ, വിൽ റൈസ് ടു 220 വോൾട്ട്. ഒരിക്കലും കൂടില്ല. കാരണം എന്താ? ഫീൽഡ് കൊടുത്തോണ്ടിരുന്നത് എടുത്ത് മാറ്റുക ചെയ്തത് അല്ലേ? സോ അതും അല്ല. വിൽ ഷൂട്ട് അപ്പ് ടു വെരി ഹൈ വാല്യൂ. ഡെഫിനറ്റ്ലി അല്ല അല്ലേ? കാരണം എന്താ? നമ്മൾ വേറൊന്നും ചെയ്തില്ല, ഈ സീരീസ് ഫീൽഡിനെ ഷോർട്ട് ചെയ്യുക ചെയ്തത്. ഓപ്പൺ ആക്കി വിട്ടെങ്കിൽ പറയാമായിരുന്നു എന്തേലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന്. ഓക്കെ, വിൽ ഷൂട്ട് അപ്പ് ടു വെരി ഹൈ വാല്യൂ. ഒരിക്കലും അല്ല. വിൽ ബിക്കം ലെസ് ദാൻ 200 വോൾട്ട് അല്ലേ? 200 വോൾട്ടിനും കുറവായിട്ട് വരും. അപ്പം ഈ ഒരു പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് ജസ്റ്റ് വരച്ചു നോക്കുക.
then 220 വോൾട്ടിൽ കൂടുതൽ. ഇത് സീരീസ് ഫീൽഡ് വൈൻഡിങ് ഒരു ഇത് കൊടുക്കുന്നതാണ് അല്ലേ, ഒരു ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് തന്നെയാണ് ഇതിന് അക്രോസും വരുന്നത്. അപ്പോൾ ഐ എ ഇൻറ്റു ആർ എസ് സി എന്ന് പറയുന്ന ഒരു പാർട്ട് വി പ്ലസ് ഐ എ ആർ എ ആണ് അല്ലേ, വി പ്ലസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സി. അതിൽ ആർ എസ് സി പോവാണ്. ഓക്കെ, ഇ ജി ആണ്, ഇ ബി അല്ല. ഓക്കെ, നമ്മൾ പറയുന്നത് ജനറേറ്റർ ആണ്. അപ്പം വി പ്ലസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സിയിൽ ഐ എ ആർ എസ് സി എന്ന് പറയുന്നത് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, വോൾട്ടേജ് കുറയും അല്ലേ, അതായത് ഇ ജി കുറയും. ഓക്കെ, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നൗ ദ സീരീസ് ഫീൽഡ് സർക്യൂട്ട് ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, an electric train employing a DC series motor is running at a fixed speed. When a sudden slight drop in the main voltage occurs, this would result. Okay, ഇത് വളരെ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സീരീസ് മോട്ടർ ഉണ്ട്, ഒരു ഇലക്ട്രിക് ട്രെയിൻ, നമുക്കറിയാം ഇലക്ട്രിക് ട്രെയിൻ എംപ്ലോയ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടറാണ്. അവിടെ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ട്രാക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ട്രാക്ഷൻ പർപ്പസ് വേരിയബിൾ സ്പീഡാണ്. വേരിയബിൾ സ്പീഡിൽ യൂസ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടറാണ്. ഓക്കെ, വേരിയബിൾ സ്പീഡ് മോട്ടറിന് ഡി സി, അതാണ് ഡി സി സീരീസ് മോട്ടർ. When a sudden slight drop in the main voltage occurs, that would result in. ഇനി ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സഡൻ ഡ്രോപ്പ് ഇൻ മെയിൻസ് വോൾട്ടേജ് ആണ് വരുന്നത്. ഓക്കെ, ഡി സി സീരീസ് മോട്ടറിന്റെ സഡൻ ഡ്രോപ്പ് ഇൻ എന്തിലാണ് വരുന്നത്, ഈ പറഞ്ഞ മെയിൻ വോൾട്ടേജിലാണ്. വോൾട്ടേജിൽ വരുമ്പോഴത്തേക്കും ഒരിക്കലും അത് എന്തിനെ അഫക്റ്റ് ചെയ്യില്ല, കറണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻ കറണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ കാരണം ഇ ബി എന്നുള്ള വാല്യൂ അല്ലേ, ഇ ബി എന്നുള്ള വാല്യൂവിൽ നമുക്ക് 5Z/60 × P/A എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ വി മൈനസ് ഐ ആർ എ എന്നുള്ള കോൺസെപ്റ്റിലോ ഈ പറഞ്ഞ ഡ്രോപ്പ് വരികയാണ് എന്ന് വെച്ചാൽ എന്താ, വി എന്ന് പറയുന്നത് സപ്ലൈ സൈഡ് ആണ് അല്ലേ. അപ്പൊ ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ആറിൽ സപ്ലൈ സൈഡ് കുറയോ, അപ്പൊ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ ഡ്രോപ്പ് കൂടുവോ കുറയോ, അതാണ് അവരുടെ ചോദ്യം. ഓക്കെ, ഡ്രോപ്പ് ഇൻ സ്പീഡ് ഉണ്ടാവും. കാരണം എന്താ, ഇ ബി സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ 5 ആണ്. സോ ഇ ബി മാറുന്ന അനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യും, കുറയും. ഇ ബി കുറയും എന്ന് പറഞ്ഞാൽ മെയിൻ വോൾട്ടേജ് കുറയുമല്ലേ, മെയിൻ വോൾട്ടേജ് കുറയുമ്പം ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ. ഓക്കെ, മെയിൻ വോൾട്ടേജ് കുറയുക എന്ന് പറഞ്ഞാൽ ആര് കുറയും, ഇ ബി കുറയും. ഇ ബി കുറഞ്ഞാൽ ആര് കുറയും, സ്പീഡ് കുറയും. ഓക്കെ, അപ്പം ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. റൈസ് ഇൻ സ്പീഡ് വരുന്ന രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് ഇൻ സ്പീഡാണ് വരുന്നത്. ബിക്കോസ് ഇ ബി ആസ് വി റെഡ്യൂസസ് ഇ ബി ഓൾസോ റെഡ്യൂസസ് അല്ലേ. അപ്പോൾ അതെടുത്തു. ഓക്കെ, അതൊരു കാര്യം ശ്രദ്ധിച്ചോണം. ജനറേറ്ററിന്റെ കേസിൽ വി എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജും ഇ ജി എന്ന് പറയുന്നത് ജനറേറ്റർ, ഓക്കെ, ജനറേറ്റഡ് വോൾട്ടേജും ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇ ബി എന്ന് പറയുന്നത് ബാക്ക് ഇ എം എഫും വി എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജും ആണ്. ആ ഒരു കോൺസെപ്റ്റ് കളയരുത്. ഓക്കെ, അപ്പൊ വി കുറയുമ്പം ഇ ബി കുറയും, ഇ ബി കുറയുമ്പം സ്പീഡ് കുറയും. അപ്പം റൈസ് ഇൻ സ്പീഡ് ഉള്ള രണ്ട് ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനിയുള്ളത് ഡ്രോപ്പ് ഇൻ സ്പീഡ് ആൻഡ് റൈസ് ഇൻ കറണ്ട്. ഈ വോൾട്ടേജ് ചേഞ്ച് കൊണ്ട് എന്തെങ്കിലും കറണ്ടിന് വേരിയേഷൻ വരുമോ, ഇല്ല. ഓക്കെ, സോ അത് മനസ്സിലാക്കിയേക്ക, കറണ്ട് എന്താണ്, അൺആൾട്ടേർഡ് ആണ്. ഓക്കെ, കാരണം എന്താ, ഈ സ്പീഡ് ചേഞ്ച് ഉണ്ടാവുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ആർമേച്ചർ കറണ്ട് കൺട്രോൾ അല്ലെ. ആർമേച്ചർ കറണ്ട് കൺട്രോളോ അല്ലെങ്കിൽ ആർമേച്ചറിന്റെ കറണ്ട് വെച്ചിട്ടോ അല്ല സ്പീഡിൽ റിഡക്ഷൻ ഉണ്ടാവുന്നത്, ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി വോൾട്ടേജ് ചേഞ്ച്, മെയിൻ വോൾട്ടേജ് ചേഞ്ച് ആൻഡ് ഇ ബി ചേഞ്ച്, ദ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ്. സോ ദ ആൻസർ ഈസ് ഡ്രോപ്പ് ഇൻ സ്പീഡ് വിത്ത് കറണ്ട് അൺആൾട്ടേർഡ്. ഓക്കെ, അപ്പം അൺആൾട്ടേർഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് വെച്ചിട്ട് അൺആൾട്ടേർഡ് ആയിട്ടുള്ള ഒരു കറണ്ട് വെച്ചിട്ട് എന്തുണ്ടാവുന്നു, സ്പീഡ് ഡ്രോപ്പ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചോദിക്കാം. എന്തുകൊണ്ടാണ് അവിടെ സ്പീഡ് ഡ്രോപ്പ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ആവുന്നത്, മെയിൻ വോൾട്ടേജ് കുറയുന്നത് കൊണ്ട് ഇ ബി കുറയും. And you know that speed is directly proportional to EB. EB കുറയുമ്പം എന്ത് കുറയും, ഈ പറയുന്ന സ്പീഡും കുറയും. ഓക്കെ, അല്ലാതെ അവിടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. സോ അൺആൾട്ടേർഡ് കറണ്ട് ആൻഡ് ഡ്രോപ്പ് ഇൻ സ്പീഡ് ഈസ് ഹാപ്പനിങ് when main voltage slightly drop ആവുമ്പോൾ ഇതാണ് സംഭവിക്കുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
armature core of DC machine is laminated to reduce. Okay, എന്തിനു വേണ്ടിയിട്ടാണ് ആർമേച്ചർ കോർ ലാമിനേറ്റ് ചെയ്യുന്നത്? അവിടെ ലാമിനേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ അല്ലേ? ഈ സിലിക്കൺ സ്റ്റീലിന് വേറൊരു പേരും പറയും കേട്ടോ, ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നും പറയും. ഓക്കെ, ചില ബുക്സിൽ അല്ലെങ്കിൽ ചില എക്സാംസിന് അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റീൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആർ പ്രൊവൈഡഡ്. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. എന്ത് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്? ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലുള്ള ആ സർക്കുലേറ്റിംഗ് കറണ്ട്, എപ്പോഴും കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? അത് ചിന്തിച്ചാൽ മനസ്സിലാവും. കറണ്ട് പോകുന്നത് ക്ലോസ്ഡ് പാത്തിലൂടെയാണ്. ഓക്കെ, അപ്പം അയൺ ലോസ് അല്ലെങ്കിൽ എഡി കറണ്ട് ലോസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അയൺ ലോസ് ഉണ്ടാവുന്ന രണ്ട് പാർട്ട് ഏതൊക്കെയാന്നാ പറഞ്ഞേ? ഒന്ന് ആർമേച്ചർ കോറും ഒന്ന് പോൾ ഷൂവും അല്ലേ? അപ്പോൾ ആ നേരത്തെ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവിടെ അപ്പം എഡി കറണ്ട് ഉണ്ടാവുന്നത് ഈ ആർമേച്ചർ കോറിലാണ്. അപ്പൊ ആർമേച്ചർ കോറിലൂടെ ഈ എഡി കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അല്ലേ, അതൊരു ക്ലോസ്ഡ് പാത്ത് ആണെങ്കിലാണ് പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, പക്ഷെ അത് ലാമിനേറ്റ് ചെയ്യുമ്പം ആ ക്ലോസ്ഡ് സർഫസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത്? എഡി കറണ്ടിന് ഫ്ലോ കുറയ്ക്കാൻ അല്ലേ, അല്ലെങ്കിൽ എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആർമേച്ചർ കോർ എന്ത് ചെയ്യുന്നത്? ലാമിനേറ്റ് ചെയ്യുന്നത്. ലാമിനേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സിലിക്കൺ സ്റ്റീലാണ്. അതിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നും ചിലയിടങ്ങളിൽ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിക്കോളാം. ക്ലിയർ? Which of the following could be approximately the thickness of laminations of a DC machine? ക്ലിയർ ആണ്? 0.5. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അപ്രോക്സിമേറ്റ്ലി ദ തിക്നെസ് ഓഫ് ലാമിനേഷൻസ് ഓഫ് ഡി സി മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര ഇതിലാണ്? 0.5 mm ആണ് അതിൻ്റെ തിക്നെസ്. നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ്റെ പാർട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 0.5 ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 0.5 mm. മുന്നേ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, 0.5 millimeter ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, 0.5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shunt generator delivers 195 ampere at a terminal PD of 250 volt. The armature resistance and shunt field resistance are 0.02 ohm and 50 ohm respectively. What is the value of copper loss? ഇത് സത്യം പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. I²R ലോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കോപ്പർ ലോസിന്റെ I²R ലോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോപ്പർ ലോസ്? പക്ഷെ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത്, കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മളൊരു മാച്ച് ദ ഫോളോയിങ് കണ്ടപ്പം കുറെ കോപ്പർ ലോസ് കണ്ടു അല്ലെ? സീരീസ് ഫീൽഡിലുള്ള കോപ്പർ ലോസ്, ഷണ്ട് ഫീൽഡിലുള്ള കോപ്പർ, അതായത് ഫീൽഡ് കോപ്പർ ലോസ് പ്ലസ് ആർമേച്ചർ കോപ്പർ ലോസ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ നോക്കാനുള്ളത്. അതായത് ഒരു മെഷീനിലെ കോപ്പർ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഫീൽഡ് കോപ്പർ ലോസും ആർമേച്ചർ കോപ്പർ ലോസും ചേരുന്നതാണ്. അപ്പൊ നോർമലി എന്താണ് കോപ്പർ ലോസ്? ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ I²R ലോസസ്, റൈറ്റ്? അപ്പൊ എന്തായിരിക്കും ഫീൽഡ് കോപ്പർ ലോസ്? ഫീൽഡിലൂടെ പോകുന്ന കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, എന്തായിരിക്കും ആർമേച്ചർ കോപ്പർ ലോസ്? ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഫീൽഡിന്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. പക്ഷെ കറണ്ട് എന്തിന്റെ തന്നിട്ടുള്ളൂ? ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 195 ആംപിയർ അറ്റ് ടെർമിനൽ PD of 250 volt. ഓക്കെ, ടെർമിനൽ PD of 250 volt. സോ EB എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 250 volt ആണ്. സോ അതിൽ ഇതില്ല. ഓക്കെ, ചേഞ്ച് ഇല്ല. ദെൻ ദ ആർമേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഓഫ് 0.2 ohm അല്ലേ? ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 195 amp. IA എന്താണ് ഇക്വേഷൻ? IA is equal to IL plus
ISH. IA is equal to IL plus ISH. And they gave IL as 195 ampere. It delivers. It is a load current. So, IA is equal to 195 ampere. So, IL is equal to 195 ampere plus ISH. Did you know ISH? ISH in value namakkariyamo? Illa. Appo ivide rendu karyangal shraddhikkanam. Copper loss of DC machine, total copper loss of DC machine is equal to field copper loss plus armature copper loss. Ini namakku kaananulla karyangalilekku pogam. Edokkeyanu? IL is equal to 195 ampere and you have to find ISH and IA. ISH square into RSH namakku venam, IA square into RA namakku venam. Ithrayum kittiyale endavunullu total copper loss avunullu alle. So IH square into RSH and IA square into RA you have to find out. Idu rendu undengile namakku total copper loss avullu. Okay, nammalthu choichirikkunna total copper loss aanu. Nokkike IA ennu parayunnathu IL plus ISH aanu. But ISH is not given. പക്ഷേ ISH ന് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ഏതാ? Terminal potential difference of 250 volt. You know that VSH is equal to ISH into RSH. അല്ലേ? VSH is equal to അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ISH into RSH ആണ്. From here ISH is equal to VSH divided by RSH. VSH എത്രയാണെന്ന് പറയുന്നുണ്ട്? 250. RSH എത്രയാണെന്ന് പറയുന്നുണ്ട്? 50. റൈറ്റ്? 50 അല്ലേ? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 50 ohm അല്ലേ? അപ്പോൾ 50 കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര കിട്ടി ഇത്? 5 ampere, right? So ISH is equal to 5 ampere. ഇനി എന്താ എളുപ്പമല്ലേ? ഇനി എന്താ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിലോട്ടാ? ഈ പറഞ്ഞ ടോട്ടൽ കോപ്പർ ലോസ്. ടോട്ടൽ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു ആർമേച്ചർ കോപ്പർ ലോസ്. ഏതാ? IA സ്ക്വയർ ഇൻറ്റു RA. IA എത്രയാ വരിക? IA എന്ന് പറയുന്നത് IL പ്ലസ് ISH ആണ്. ഇത് 195. ഇതെന്ന് പറയുന്നത് 5 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 200. സോ 200 സ്ക്വയർ ഇൻറ്റു RA എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 0.02 ohm. Okay, it is 0.02 ohm. So it is 200 square into 0.02 plus, okay, 200 square into 0.02 plus അടുത്ത ആളാരാ? ISH square into RSH. ISH എത്രയാണ്? 5 ampere. So 5 square into RSH എത്രയാണ്? 50 ohm അല്ലേ? 50 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 200 square into 0.02 plus 5 square into 50. 5 square എത്രയാ? 25. 25 into 50 എത്ര കിട്ടും? 1250. 200 square into 0.02 എത്ര കിട്ടും? 4.2 800. So it is 1250 plus 800. ഇതെന്താണ്? Total copper loss. So it is equal to 2050 watt. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2050 watt. ആൻസർ ഡി ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത്? ഇതിൽ തെറ്റാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ചിലപ്പം അതായത് നല്ല ക്വസ്റ്റ്യൻ ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 1250 ഒരു ഓപ്ഷൻ ആയിരിക്കും, 800 മാത്രമായിട്ട് ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ 800 എടുക്കും. ഇത് രണ്ടും അല്ല, ഈ തരുന്ന കറണ്ട് 195 വെച്ച് ചെയ്താലുള്ള ഓപ്ഷനും എന്തിൽ കാണും? ഇതിൽ കാണും. ഓക്കെ, അപ്പം എന്താ രണ്ട് കോൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കുക. ടോട്ടൽ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് പ്ലസ് ആർമേച്ചർ കോപ്പർ ലോസ്. അപ്പോൾ ആർമേച്ചർ കോപ്പർ ലോസ് എന്ന് പറയുന്നത് IA സ്ക്വയർ ഇൻറ്റു RA തന്നിട്ടുണ്ട്. IA കണ്ടുപിടിക്കുക. IL പ്ലസ് ISH ആണ് എന്ന് പറയുന്നത്, സോറി IA എന്ന് പറയുന്നത്. അത് പക്ഷേ ISHും തന്നിട്ടില്ല. അപ്പോൾ VSH ഇസ് ഈക്വൽ ടു ISH RSH. അപ്പോൾ അതൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ,
സോ ഇവിടെ എന്ത് ചെയ്യുക, ടോട്ടൽ കോപ്പർ ലോസ് 2 കോപ്പർ ലോസ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് 200 സ്ക്വയർ ഇൻറ്റു 0.02. ഈ 200 എങ്ങനെയാണ് കിട്ടിയത്? IA is equal to IL plus ISH എന്നുള്ള ഇതിൽ ISH കണ്ടുപിടിച്ചപ്പോൾ 5 ആംപിയർ കിട്ടി. അവിടുന്ന് 200 സ്ക്വയർ എടുത്തു. ദെൻ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അവിടെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് എത്രയാണ്, അല്ലെങ്കിൽ ആർമേച്ചർ കോപ്പർ ലോസ് എത്രയാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് തന്നെ ചെയ്തോളുക. ഓക്കെ, അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക, കറക്റ്റ് ചെയ്ത് ആൻസർ എഴുതുക. ഇനി ഇതൊന്നും അല്ലാതെ ദേ മേ ബി ആസ്ക് EB. ഓക്കെ, EB എത്രയാണെന്ന് ചോദിക്കാം. അതായത് V മൈനസ് IR എന്നുള്ള ഫോർമുല വെച്ചിട്ട് നിങ്ങളോട്, അല്ലെങ്കിൽ V പ്ലസ് IRA ഓക്കെ എന്നുള്ള ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചോദിക്കാം. ഓക്കെ, സോ അതിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് the commutator segments are connected to the armature conductors by means of. ഇതിൽ ഒരു കാര്യവുമില്ല, നമ്മൾ നമ്മുടെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ്റെ സെഷൻ വളരെ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് അവസാനം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. ഓരോ ഇതിലും ലാപ്പ് ഓർ വേവ് എത്ര ആർമേച്ചർ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആർ കണക്റ്റഡ് ബൈ കോപ്പർ ലഗ്സ്. ഓക്കെ, കോപ്പർ ലഗ്സ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. കോപ്പർ ലഗ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വയേഴ്സ് അല്ല, ഇൻസുലേറ്റർ പാഡ്സ് അല്ല, ബ്രേസിംഗ് അല്ല, ആൻഡ് ഇറ്റ് ഈസ് കോപ്പർ ലഗ്സ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് അത് വെച്ചാൽ കണ്ടക്ടേഴ്സ് എല്ലാം കൂടെ ഓരോ ഇതിൽ നിന്നുള്ള കണ്ടക്ടേഴ്സിനെ ടിപ്പിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? കോപ്പർ ലഗ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, so this is the last question. A 6-pole lap wound DC generator has 6000 conductors on its armature. The flux per pole is 0.02 Weber. The speed at which the generator must be run to generate 300 volt. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. എന്താണ് ഇവിടെ ചോദിക്കുന്നത്? ഒരു 6-പോൾ ലാപ്പ് വൗണ്ട്. ഓക്കെ, 6-പോൾ ലാപ്പ് ആവുമ്പോഴത്തേക്കും എയും പിയും A equal to P ആണ്. ആ കോൺസെപ്റ്റ് മാത്രം അവിടെ നോക്കിയാൽ മതി. Then the flux per pole is 0.02 Weber. Phi is equal to 0.02 Weber. The speed at which the generator must be run to generate 300 volt. Okay, so EG is given as 300 volt. Just you have to substitute the for the equation of EG. EG equation എന്താ? EG is equal to 5Zn by 60 into P by A. So here since it is a lap winding, okay, ഈ Pയും Aയും എന്താണ്? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, Pയും Aയും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഇറ്റ് ഈസ് 5Zn by 60. ആൻഡ് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് EG. EG എത്രയാണ്? 300. Phi എത്രയാണ്? 0.02. ഓക്കെ, ആൻഡ് ഇത് എത്രയാണ്? 6000 കണ്ടക്ടേഴ്സ് Z. ഓക്കെ, 6000 കണ്ടക്ടേഴ്സ് ഇൻറ്റു N ഡിവൈഡഡ് ബൈ 60. ഓക്കെ, 60 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവുക, 1000. ക്ലിയർ? ദെൻ ഇവിടെ ക്യാൻസൽ ചെയ്ത് കിട്ടുമ്പോൾ എത്ര കിട്ടും? ഈ 0.02 വരുമ്പം ഓക്കെ സോറി 300 0.02 2 ഇത് പോവും, 10 വരുമ്പോൾ 150. എത്ര കിട്ടും? N is equal to 1500. Clear? So N is equal to 1500 RPM. Just you have to substitute the equation. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചു മറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയാണ്? The same machine, ഓക്കെ, ഇതേ മെഷീൻ എടുത്തിട്ട് വേവ് വൗണ്ടിൽ കണക്ട് ചെയ്താൽ, ഓക്കെ, ഇപ്പൊ ലാപ്പ് വൈൻഡിങ് അല്ലേ പറഞ്ഞത്, വേവ് വൈൻഡിങ്ങിൽ കണക്ട് ചെയ്താൽ EG എന്താണെന്ന് ചോദിക്കാം, സ്പീഡ് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് വൈൻഡിങ് ആവുമ്പോഴേക്കും A is equal to 2 ആവും അല്ലേ? A is equal to 2 ആവും. A is equal to P കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ കോൺസെപ്റ്റിൽ ആൻസേഴ്സ് കിട്ടുന്നത്. ഓക്കെ, A is equal to 2 ആവുമ്പം വേരിയേഷൻ വരും. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ചോദിക്കാവുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ഉണ്ട് DC മെഷീൻസിൽ. അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് EGയിലുണ്ടാവുന്ന വേരിയേഷൻ ഇപ്പം തന്നെ പറയാം. A 2 ആവുമ്പം P എന്ന് പറയുന്നത് 3 അല്ലേ? 6 പോൾ മെഷീൻ അല്ലേ? P by A എന്ന് പറയുന്നത്
6/2 3 ആവും. ഓക്കെ, ആ വേരിയേഷൻ വരും. എവിടെയാണ്? ഇ ജിയുടെ ഇക്വേഷനിൽ. ഓക്കെ, ദാറ്റ് നത്തിങ് അതർ. അപ്പം ഇവിടെ ആ വേരിയേഷൻ വരുന്നത് PA is equal to 2. ഇനി ഇത് തന്നെ റെസിസ്റ്റൻസിന്റെ കേസിൽ ചോദിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് സപ്പോസ് RA, ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് the armature for a lap winding is 0.05. Okay, resistance of armature is 0.05 ohm for a lap winding 6-pole machine. Okay, 6-pole machine. ഇപ്പൊ ഞാനായിട്ട് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ലാപ്പ് വൈൻഡിങ് 6-pole മെഷീന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.05, ആർമേച്ചർ റെസിസ്റ്റൻസ് is 0.05 ohm ആണ്. Then when it is connected in wave winding, okay, when it is connected in wave winding, what is the armature resistance? Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. RA ഒരു ലാപ്പ് വൈൻഡിങ് 6-pole മെഷീന്റെ ജനറേറ്റർ ആയിക്കോട്ടെ, മോട്ടർ ആയിക്കോട്ടെ, ഓക്കെ, ഒരു ലാപ്പ് വൈൻഡിങ് 6-pole മെഷീന്റെ റെസിസ്റ്റൻസ് ഓഫ് ആർമേച്ചർ എന്ന് പറയുന്നത് 0.05 ആണ്. ഓക്കെ, അപ്പം മനസ്സിലായിക്കോളാം, 0.05 ആണ്. ദെൻ അതേ മെഷീൻ അല്ലെങ്കിൽ അതേ വൈൻഡിങ് വേവ് വൈൻഡിങ്ങിൽ കണക്ട് ചെയ്താൽ ആർമേച്ചർ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താ ഇവിടുത്തെ പ്രത്യേകത? ലാപ്പ് വൈൻഡിങ് ആർമേച്ചർ റെസിസ്റ്റൻസ് RA എന്ന് പറയുന്നത്, ഓക്കെ, ഈ RA എന്ന് പറയുന്നത് 0.05 ohm ആണ്. ഓക്കെ, ഈ 0.05 എവിടുന്ന് കിട്ടുന്നതാണ്? ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ, ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ RA ഡിവൈഡഡ് ബൈ 6 ആണ് ഈ 0.05 ohm. അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? ലാപ്പ് വൈൻഡിങ്ങിന് എത്ര പാരലൽ പാത്ത് ഉണ്ട്? 6 പാരലൽ പാത്ത് ഉണ്ട് അല്ലേ? 6 പാരലൽ പാത്ത് ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും ആ ലാപ്പ് വൈൻഡിങ് ഇരിക്കുക. ആ ലാപ്പ് വൈൻഡിങ് ആയിട്ടുള്ള ആർമേച്ചറിന് എത്ര പാരലൽ പാത്ത് ഉണ്ട്? 6-pole മെഷീൻ ആയതുകൊണ്ട് 6 പാരലൽ പാത്ത് ഉണ്ട്. സപ്പോസ് ഓരോന്നും R ആണെങ്കിൽ ഈ പാരലൽ പാത്ത് അല്ലേ, ടോട്ടൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് അവരെന്തെന്ന് പറയുന്നത്? RA എന്ന് പറയുന്നത്. 6 പാരലൽ പാത്ത് ഉണ്ടെങ്കിൽ what is the equation? R/6. അപ്പോൾ ഈ R/6 ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 0.05 ohm. ഓക്കെ, ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. സോ വാട്ട് ഈസ് ദ R? ഈ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ്, ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ 6 പാരലൽ പാത്ത് ഉണ്ട്. ആൻഡ് 6 പാരലൽ പാത്തിന്റെയും കൂടെ റെസിസ്റ്റൻസ് ആണ് ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ്. സോ R is equal to 0.05 into 6. ഓക്കെ, 6×5 30, 0.3 ohm. അപ്പം ഈ ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ohm. ആൻസർ ആയിട്ടുണ്ടോ? ഇല്ല. നമുക്കോട് പറഞ്ഞിരിക്കുന്നത് വേവ് വൈൻഡിങ്ങിൽ ഇതേ കോയിൽസ് കണക്ട് ചെയ്താൽ, ഓക്കെ, വാട്ട് ഈസ് ദ RA എന്നാണ്. RA ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി വേവ് വൈൻഡിങ്ങിൽ കണക്ട് ചെയ്യുമ്പം ഈ R എന്ന് പറയുന്നതിന് എത്ര പാരലൽ പാത്തേ ഉള്ളൂ? 2 പാരലൽ പാത്തേ ഉള്ളൂ അല്ലേ? അതായത് ഈ പറഞ്ഞ 6 കോയിലിന് 6-pole മെഷീൻ ആണല്ലോ, 6 കോയിലിന് ഓരോ കോയിലും എന്ത് ചെയ്യും? സീരീസ് ആയിട്ട് കണക്ട് എന്ന് വെച്ചാൽ ഈ 6 എണ്ണത്തിന് നമുക്ക് 2 എണ്ണമായിട്ട് പാരലൽ പാത്തായിട്ട് മാറ്റണം. അപ്പം 0.3 ohm ആണ് ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 0.3 ohm, 0.3 ohm, 0.3 ohm, 0.3 ohm, ബിക്കോസ് ഇറ്റ് ഈസ് വേവ് അല്ലേ? വേവ് കണക്റ്റഡ് ആവുന്നുണ്ട്. എത്ര പാരലൽ പാത്ത് ഉണ്ട്? 2 പാരലൽ പാത്ത്. ഓക്കെ, അപ്പം ഉള്ള ആ 6 കോയിലിനെയും എത്ര പാരലൽ പാത്തിൽ ഒതുക്കി? 2 പാരലൽ പാത്തിൽ ഒതുക്കി. സോ വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഹിയർ? ഇവിടെ 0.3, 0.3, 0.3 എത്രയാ? 0.9. ഈ ലെഗിലോ 0.3, 0.3, 0.3, 0.9. അപ്പൊ 0.9ഉം 0.9ഉം പാരലലി കണക്റ്റഡ്. അപ്പൊ എത്രയാ? 0.9 പാരലൽ 0.9. ഇതല്ലേ നമ്മുടെ ആർമേച്ചർ റെസിസ്റ്റൻസ്. വേവ് കണക്റ്റഡ് ആവുമ്പം എത്ര കിട്ടും? 0.9ഉം 0.9ഉം പാരലൽ. സോ ഇറ്റ് ഈസ് 0.5
0.45 ohm. അതറിയാലോ, പാരലൽ കണക്ഷനിൽ 0.9 ആണെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും. ഓക്കെ, ഇവിടെ ഈക്വൽ റെസിസ്റ്റൻസ് സീരീസിൽ 6 ആണെങ്കിൽ R/6 എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈക്വൽ റെസിസ്റ്റൻസ് 2 ആണ്. 0.9 പാരലൽ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സോ ആൻസർ എത്രയാണ്? 0.45 ohm. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ EG when it is connected, the same machine when it is connected in wave winding instead of lap winding ചോദിച്ചു കഴിഞ്ഞാൽ Aക്ക് 2 കൊടുക്കുക, P അതുപോലെ വെക്കുക, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെക്കുക, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പം 3 മടങ്ങ് വരും. EG എന്ന് പറയുന്നത് ഇൻറ്റു 3 വരും. അത് നോക്കിക്കൊള്ളുക. ദെൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെറും റെസിസ്റ്റൻസ് മാത്രം, ഓക്കെ, റെസിസ്റ്റൻസ് മാത്രം എടുത്ത് വേണമെങ്കിലും ചോദിക്കാം. അതായത് RA is equal to 0.05 ohm when it is connected in lap winding. അല്ലേ, എത്ര പോളുള്ള മെഷീനാണ്? 6 പോൾ മെഷീൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കാം. ഓക്കെ, സോ 6 പോൾ മെഷീൻ വേവ് വൈൻഡിങ് ഈസ് RA. അപ്പം ഇത് രീതിയിൽ ചോദിക്കാം. കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 പാരലൽ പാത്ത് ഉണ്ട്. ലാപ്പ് ആണെങ്കിൽ, വേവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇവിടെ വേവ് ആവുമ്പോഴത്തേക്കും 2 പാരലൽ പാത്തേ ഉള്ളൂ. അപ്പം 3 കോയിലിനെ കണക്ട് ചെയ്യണം. അപ്പം ഇങ്ങനെയാണുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ വിത്ത് ദിസ് ടോപ്പിക് വി ആർ വൈൻഡിങ് അപ്പ് ദ PYQ സെഷൻ ഓഫ് അവർ DC മെഷീൻസ്. സോ ഗുഡ് നൈറ്റ്. ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു ആൻഡ് ബൈ.